ഉച്ചയോടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് കയറി ചെന്നത്. 3 മക്കൾ, അശോകൻ, ശാന്ത, ബാബു. 3 പേരും മാനസിക രോഗികളാണ്. അമ്മ മാത, അച്ഛൻ കൃഷ്ണൻ. 2 പേരും വാർദ്ധക്യാവശത ആവോളം അനുഭവിക്കുന്നു. രാവിലെ എന്തെങ്കിലും കഴിച്ചോ എന്ന് ഞങ്ങൾ ചോദിച്ചു. ഭക്ഷണം കുറച്ചല്ലുണ്ട്. 20 വർഷത്തോളമായി ഈ ദുരിതം. ഈ കുടിലിൽ നിന്നും ഇവരാരും പുറത്തിറങ്ങി അധിക ദൂരം നടന്നിട്ട് പോലുമില്ല. ബാബു 40 ദിവസത്തോളം കാട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഉൾവലിഞ്ഞു. മാനസിക നില തെറ്റുകയായിരുന്നു. അശോകൻ കലാകാരനായിരുന്നു. അല്ല, ചെറുപ്പത്തിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവരുടെ മക്കൾ ചെറുപ്പത്തിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ആക്റ്റീവായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതു കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ആൺമക്കളെല്ലാം ഇടപെടുന്നവരാണ്. നാട്ടുകാരുടെ ഇടയ്ക്കുള്ള സഹായം കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത്. മരുന്ന് സഹായ സംഘടനകളും ആക്ഷൻ കമ്മിറ്റിക്കാരും എത്തിക്കുന്നു. ബാബുവിനെ വയനാട്, കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. അപ്പം പഞ്ചായത്തിൽ നിന്നെങ്കിലും കാശൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ അതൊന്നും ഇതുവരെ കിട്ടിയില്ല. അപ്പം ഞങ്ങളങ്ങ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ചെറിയൊരു വീട് ഇതൊന്ന് പറിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാനാവുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പം നടത്തുന്നത്. അടുക്കളയിലാണ് ആടിനെയും കെട്ടിയിരിക്കുന്നത്. അടുത്ത മഴക്കാലം ഒരുപക്ഷെ ഈ വീട് താങ്ങില്ല. നന്മ പറ്റാത്ത മനസ്സുകൾ ഈ കുചേല ജീവിതങ്ങൾ കാണണം. ഇവരെ സഹായിക്കണം. വളയം സർവീസ് സഹകരണ ബാങ്കിലാണ് അക്കൗണ്ട് നമ്പർ 7107. മാതൃഭൂമി ന്യൂസ്, വടകര.